ഇനി ശുചിത്വത്തിൻ തിളക്കം ഡീഫിക്സിലൂടെ. ഹോം ബോൺ ഇൻട്രൊഡ്യൂസിംഗ് ഡീഫിക്സ് ഡിഷ് വാഷ് കേക്ക് ആൻഡ് ഡിഷ് വാഷ് ജെൽ. നമുക്കിന്ന് മനോഹരമായ ഒരു കാഴ്ച കണ്ടാലോ? ദാ എന്റെ പിന്നിൽ കാണുന്ന ഈ പ്രാവുകളെല്ലാം തന്നെ നിരനിരയായി കാത്തിരിക്കുന്നത് ഒരാൾക്ക് വേണ്ടിയാണ്. ആ ഒരാളെ കാണാനാണ് നമ്മളും ഇന്ന് വന്നിട്ടുള്ളത്. നമ്മളിപ്പോൾ ഉള്ളത് ഈരാറ്റുപേട്ടയിലെ ചേന്നാട് കവലയിലാണ്. കൃത്യം 3 മണിയാവുമ്പോൾ അദ്ദേഹം വരും. കയ്യിൽ പ്രാവുകൾക്കുള്ള ഭക്ഷണവും കാണും. ദാ ഈ കാണുന്നതാണ് അദ്ദേഹത്തിന്റെ കട. പേര് ദിലീപ് എന്നാണ്. ഇദ്ദേഹം വർഷങ്ങളായി ഇവിടെ ഒരു മലഞ്ചരക്ക് കട നടത്തുകയാണ്. ഇക്ക, എങ്ങനെയാണ് ഇവർക്ക് ഇങ്ങനെ തീറ്റ കൊടുക്കാൻ ആരംഭിച്ചത്? തീറ്റ കൊടുക്കാൻ ആരംഭിച്ചിട്ട് ഇപ്പൊ 4 വർഷമായി. ഇതിനപ്പുറത്ത് വേറൊരു കടക്കാരൻ ഇതുപോലെ കുറേശ്ശെ ഇട്ട് കൊടുക്കുമായിരുന്നു. അവർക്ക് ഭക്ഷണം വയറ് നിറയെ കിട്ടുന്നില്ലായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഞാൻ ചുമ്മാ കൊടുക്കാൻ നല്ല കാര്യമാണല്ലോ, പുണ്യക്കാര്യമാണല്ലോ എന്ന് ഓർത്ത് ഞാൻ തുടങ്ങിയതാണ്. അപ്പോൾ ഒരു ദിവസം രാവിലെയും വൈകുന്നേരവും കൂടെ 8 കിലോ അരി വേണം. പിന്നെ പ്രാവുകൾ 500 എണ്ണത്തിൽ കുറയാതെ ഉണ്ട്. രാവിലെ വരും, ഉച്ച കഴിഞ്ഞ് അത്രയും കാണത്തില്ല കേട്ടോ. അത് പല വഴിക്കായിട്ട് നീങ്ങിപ്പോകും. ഈ ഒരു അനുഭവം എങ്ങനെയാണ്? ഇവർക്ക് ഇങ്ങനെ ഭക്ഷണം കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? നല്ല കാര്യം. ഞാൻ പടച്ചോന്റെ ഇത് കൂട്ട് മാത്രമേ കരസ്ഥമാക്കുന്നു. പുണ്യം കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട്, അല്ലാതെ പൊതുജനങ്ങളെ കാണിക്കാനല്ല. മിണ്ടാപ്രാണികൾക്ക് ആഹാരം കൊടുക്കുന്നത് നല്ല കാര്യമാണ്. ഇത് ഞാൻ കൊടുക്കുന്നതിന് മുമ്പായിട്ട് ഒരാൾ കൊടുക്കുമായിരുന്നു. അത് കുറച്ചേ കൊടുക്കുള്ളൂ. അത് ഒരു പ്രാവുകൾക്ക് ഓരോ അരി തിന്നാനുള്ള പോലും കിട്ടുന്നില്ല. അപ്പോൾ അത് കണ്ടപ്പോഴാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാൻ 2 നേരം കൊടുക്കാമെന്ന്. അങ്ങനെ അപ്പുറത്തായി നിന്റെ റൂം ഉണ്ടായിരുന്നത്. അവിടെ 2 വർഷം മിനിമം അവിടെ കൊടുത്തു. ഇവിടെ വന്നിപ്പോൾ 2 വർഷം കഴിഞ്ഞു. ഈ കട തുടങ്ങിയിട്ട് എത്ര നാളായി? ഈ കട തുടങ്ങിയിട്ട് 2 വർഷം കഴിഞ്ഞു. അപ്പുറത്ത് 2 വർഷം വെച്ച് അവിടെ ഒരു കടയിൽ ഇരുന്നു. 2 വർഷത്തിന് മേലിൽ അവിടെ ഒരു കടയിരുന്നായിരുന്നു. 4 വർഷമായി ഭക്ഷണം കൊടുക്കാൻ തുടങ്ങി. 4 വർഷം കഴിഞ്ഞു. എപ്പോഴെങ്കിലും കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ? കടയിലില്ലാതെയോ? അതൊരു അപൂർവം അല്ലെങ്കിൽ ഉണ്ടാക്കിയുള്ളൂ. ഞാൻ ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ ഈ പുറത്തെടുത്ത് അരി വെച്ചിട്ട് പോകും. ആരെങ്കിലും എടുത്ത് കൊടുക്കും. പിന്നെ ചില സമയങ്ങളിൽ വല്ല ഒരു നേരമെങ്കിലും ഭക്ഷണം കിട്ടാതെ വന്നിട്ടുണ്ടോന്ന് വെച്ചാൽ ഉണ്ട്. അത് അരി കിട്ടാതെ വരുന്നോണ്ടാണ്. ഈ കാലാവസ്ഥക്കനുസരിച്ച് ഇവർ വരുന്നതിന്റെ എണ്ണം കുറയാറുണ്ട്. എന്നാൽ ഇപ്പൊ ഈ വേനൽക്കാലം എണ്ണം കുറവാണ്. മഴക്കാലത്താണ് കൂടുതൽ വരുന്നത്. എന്നാൽ അത്ര കുറവെന്ന് പറയാൻ പറ്റില്ല, എന്നാൽ കുറവുണ്ട്. സാധാരണ വരുന്നതിൽ നിന്നും കുറവുണ്ട്. ഇപ്പോ 4 വർഷമായി ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്നു പറഞ്ഞല്ലോ. ഈ കാലയളവിൽ മറക്കാൻ പറ്റാത്ത ഈ പ്രാവുകളുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഓർമ്മകളുണ്ടോ എന്ന് പങ്കുവെക്കാം? പങ്കുവെക്കുന്ന ഇടയ്ക്കും വണ്ടി തട്ടി മരിക്കും, ഓരോന്ന് ചാവും. അതെനിക്ക് വലിയ വിഷമമായത് പറഞ്ഞാൽ നമ്മളെ കണ്ണുമ്പിൽ തന്നെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഇപ്പൊ ഇത്രയും വീതിയുണ്ട്, ഇത്രയും വീതിയുണ്ട്. അപ്പുറത്ത് ഇതിന്റെ പകുതി പോലും വീതിയില്ലാത്തവർക്ക് അപ്പോൾ റോഡിൽ അരിയിടുന്നത് ഒരുപാട് എണ്ണം ചാവുമായിരുന്നു ഇന്നലെ പോലെ. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ഈ വീതിയുള്ള ഇത് സ്പോട്ട് നോക്കി ഇങ്ങോട്ട് കടമാറാൻ കാരണം അതാണ്. ഇവിടെ ആകുമ്പം ചാവല് കുറവുണ്ട്. എന്നാലും ഇടയ്ക്കൊക്കെ തട്ടും. പിള്ളേർ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുമ്പോഴത്തേക്കും പ്രാവ് പറക്കും. അപ്പം ചിലപ്പോൾ വണ്ടി വരുമ്പോഴത്തേക്കും തട്ടിയിടും. ഇടയ്ക്കൊക്കെ ഓരോന്ന് ചാവും. ഏതൊക്കെ സമയങ്ങളിലാണ് ഭക്ഷണം കൊടുക്കുന്നത്? ഭക്ഷണം രാവിലെ ഒരു 6:30 മണിക്കും ഉച്ച കഴിഞ്ഞ് 3 മണിക്കും കൊടുത്തോണ്ടിരിക്കുന്നത്. അണ്ണന്റെ സ്വദേശമൊക്കെ ഇവിടെ തന്നെ? ഇവിടെ തന്നെ, ചേന്നാട് പോലെ. ഈ കട നടത്താൻ ഒരു 6 വർഷമൊക്കെ തുടങ്ങിയിട്ട് ഇവിടെ ഇതുപോലെ സാധനങ്ങളെല്ലാം കൊണ്ടേ വെക്കും. നമ്മൾ റൂട്ടിൽ പോയി വാങ്ങിച്ചുകൊണ്ടെന്ന് ഇവിടെ കൊണ്ടേ വെക്കും. എന്നിട്ട് ഇവിടെ നിന്ന് വിൽക്കും. അങ്ങനെയാണ് ചെയ്യുന്നത്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ എല്ലാവരും ജീവിക്കുന്നത്. ഇദ്ദേഹത്തിന്റെ സന്തോഷം ഇതാണ്. ഈ മിണ്ടാപ്രാണികൾക്ക് ഭക്ഷണം കൊടുക്കുന്നതാണ് ഇദ്ദേഹത്തിന്റെ സന്തോഷം. മനോഹരമായ മറ്റു കാഴ്ചകളുമായി വീണ്ടും കാണാം. ഈരാറ്റുപേട്ടയിൽ നിന്നും ക്യാമറമാൻ റസൽ ഇ ഷെരീഫിനോടൊപ്പം KS ഷാബിന, ഈ ന്യൂസ്. ഇനി ശുചിത്വത്തിൻ തിളക്കം ഡീഫിക്സിലൂടെ. ഹോം ബോൺ ഇൻട്രൊഡ്യൂസിംഗ് ഡീഫിക്സ് ഡിഷ് വാഷ് കേക്ക് ആൻഡ് ഡിഷ് വാഷ് ജെൽ. ഹോം ബോണിന്റെ ഡീഫിക്സ് ഡിഷ് വാഷ് ജെൽ സെൻസിറ്റീവ് കൈകൾക്ക് അനുയോജ്യം. ഡീഫിക്സിന്റെ യുണീക് ഫോർമുല, സോഫ്റ്റ് ഓൺ സ്കിൻ ഇൻഗ്രീഡിയൻസ്, പവർ ഫോമിംഗ് ആക്ഷൻ ആൻഡ് റിയൽ ജെൽ ഫോം എന്നിവയാൽ പാത്രം കഴുകൽ കൂടുതൽ എളുപ്പമാക്കുന്നു. എക്സ്പീരിയൻസ് ദ ക്വാളിറ്റി ആൻഡ് ഷൈൻ ഓഫ് ഡീഫിക്സ്.